നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന വ്യക്തി ഇവരുടെ കറണ്ട് ഫീലിങ്സ്, നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് വരും, തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അത് വരും, സിറ്റുവേഷൻ വരും. ഇതൊക്കെ നോക്കാൻ വേണ്ടി പ്രാർത്ഥനയോടുകൂടിയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ച് മാത്രം ഇത് കേൾക്കുക. നിങ്ങളുടെ പേരോ ഡേറ്റ് ഓഫ് ബർത്തോ നക്ഷത്രം എന്തെങ്കിലും താഴെ കമൻ്റ് ഇടുക. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാനിവിടെ മന്ത്രമൊക്കെ ചൊല്ലിയിട്ടാണ് ഇത് തുടങ്ങുന്നത്. എൻ്റെ പൂജകളിലും പ്രാർത്ഥനയിലും നിങ്ങൾ ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. നെഗറ്റീവ് കമൻറ്റുകൾ ഒഴിവാക്കുക. ഇത് ഒരുപാട് പേരുടെ കാര്യമായതുകൊണ്ട് നിങ്ങളുടെ മാത്രം കാര്യം അറിയാനാണ് നമ്പർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. കോണ്ടാക്റ്റ് ചെയ്യുക വാട്സപ്പിൽ. അതിന് പേയ്മെൻ്റ് ഉണ്ട്. ഇനി ഇന്നത്തെ ഒറാക്കിളിലേക്ക് പോവാം. ചാനൽ ഇതുവരെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്യാം, ലൈക്ക് ചെയ്യാനൊന്നും മറക്കാതിരിക്കുക. ഇനി നമുക്ക് ഇന്നത്തെ ഒറാക്കിളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ കാർഡ് കിങ് വാണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് നിങ്ങൾക്കറിയാലോ, 6-ാം തീയതിയാണ്. അടുത്തത് 4 ഓഫ് പെൻഡക്കിളാണ് വന്നത്. ശ്വാസം മുട്ടിക്കുന്ന പ്രണയം. ഇനി വീണ്ടും കിങ് വാണ്ട് വന്നു. 10 പെൻഡക്കിളാണ് വന്നത്. നീതിദേവത വന്നു. നൈറ്റ് പെൻഡക്കിൾ വന്നു. കിങ് കപ്പാണ് വന്നിരിക്കുന്ന ലഹരിയാണ്. ഇനി ക്യൂൻ ഓഫ് കപ്പാണ്. രണ്ടുപേർക്ക് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ കിങ് വാണ്ട് വന്ന കുറച്ച് അഹങ്കാരിയാണ് എന്ന് പറയാം. 6 പെൻഡക്കിൾ വന്നു. സണ്ണ് വന്നു. 2 വാണ്ട് വന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ കാർഡുകൾ. മകം, പൂരം, ഉത്രം, മൂലം, പൂരാടം, ഉത്രാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ഇതൊക്കെയാണ് നക്ഷത്രങ്ങൾ വന്നിരിക്കുന്നത്. കിങ് വാണ്ടിൽ 2 രാശികൾ നിൽക്കുന്നുണ്ട് കേട്ടോ. ചിങ്ങം, ധനു രാശികൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതൊക്കെയാണോ എന്ന് ഒന്ന് നോക്കുക. അപ്പോൾ നിങ്ങളുടെ റീഡിംഗ് ആണ്. 2 തവണയാണ് കിങ് വാണ്ട് വന്നിരിക്കുന്നത്. എന്നാൽ എനിമികളായ പ്ലാനറ്റുകൾ, രാശികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യം വെച്ചിരിക്കുന്ന 4 കാർഡ് അവർക്കുള്ളതും താഴെ വെച്ചിരിക്കുന്ന 4 കാർഡ് നിങ്ങൾക്കുള്ളതുമാണ്. അപ്പോൾ 2 പേരുടെയും കൂടി മിക്സ് ആക്കിയിട്ടാണെന്ന് പറയാൻ പോകുന്നത്. നമ്പറുകൾ 14 2 തവണ വന്നിട്ടുണ്ട്, 10 വന്നിട്ടുണ്ട്, 19 വന്നിട്ടുണ്ട്, 12 വന്നിട്ടുണ്ട്, 4 വന്നിട്ടുണ്ട്, 10 വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട്, 6 വന്നിട്ടുണ്ട്, 19 വന്നിട്ടുണ്ട്. നിങ്ങളുടെ പങ്കാളിയുടെ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ നമ്പറോ ഹൗസ് നമ്പറോ ഫോണിലത്തെ നമ്പറോ ഒക്കെ ആവാം. ഇതൊക്കെ നിങ്ങൾക്കുള്ള സൂചനകളാണ്. ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. രാജാവ് മേഷരാശിയാണെന്ന് ഞാൻ പറയുന്നത് അഗ്നിമൂലകം വന്നതുകൊണ്ടാണ് കേട്ടോ. എന്നാൽ രാജാവിൽ നിൽക്കുന്ന 2 രാശികൾ അതല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞു. എന്തായാലും ഇവിടെ രാജാവിന് സ്നേഹമൊക്കെ ഉണ്ട്, സത്യസന്ധനായിരിക്കാം, ബഹിർമുഖനും അന്തർമുഖനുമായ ഒരാളാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ വ്യക്തിയുടെ ക്യാരക്ടർ അന്തർമുഖനായതല്ല. ആൾക്ക് വേണ്ട ആളുകളോടൊക്കെ നന്നായിട്ട് പെരുമാറാൻ അറിയാം. അപ്പോൾ ആ വ്യക്തി അങ്ങനെയാണ്. നമ്മൾ ഒരാളെക്കുറിച്ച് അന്തർമുഖൻ എന്ന് പറയുക, അയാൾ ആരോടും അധികം സംസാരിക്കില്ല, ആരുടെ കാര്യങ്ങളിൽ ഇടപെടില്ല. അങ്ങനത്തെ ആളെയാണ് അന്തർമുഖൻ എന്ന് പറയുക. ഇവിടെ അങ്ങനെയല്ല. 2 മുഖമുള്ള വ്യക്തിയാണ്. മറ്റുള്ള ആളുകളോട് എല്ലാ ദയോടുകൂടി പെരുമാറും, സ്നേഹത്തോടുകൂടി പെരുമാറും, കുടുംബത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കും. എന്നാൽ നിങ്ങളുടെ ഭാഗം വരുമ്പോൾ മാത്രം ഈ വ്യക്തി ഭയങ്കര തണ്ട് കാണിക്കും. നിങ്ങൾ അങ്ങോട്ട് പോയി കാല് പിടിക്കാൻ നിൽക്കണം. അഹന്തയാണ് കൂടുതൽ. ഞാൻ എന്നും ഉദാഹരണം പറയുന്നത് പോലെ അവനവൻ്റെ വാല് കടിച്ച് തിന്നുന്ന സലമാൻഡറുകൾ, കരിങ്കല്ലിൻ്റെ സിംഹാസനം, കയ്യിലൊരു ദണ്ട് എന്ന് വെച്ചാൽ അധികാരത്തിൻ്റെ ചെങ്കോലാണ്. ഇത് പ്രണയമാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നിങ്ങളിൽ ആധിപത്യമുള്ള, ലീഡർഷിപ്പുള്ള, അന്തർമുഖനായ ആൾ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി സ്നേഹം തരുന്നേയില്ല എന്ന് വേണം നമ്മൾ ഒറ്റ വാക്കിൽ പറയാൻ. ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ അയാൾ മറ്റൊരാളുടെ ഭർത്താവായിരിക്കാം, അതും പറയാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് രാമനെ അങ്ങ് മാറ്റി നിർത്താം. എന്തായാലും ഈ വ്യക്തി നിങ്ങൾക്ക് സ്നേഹം തരുന്നില്ല, അത് മാത്രമാണ് 2 രാജാവ് വന്നതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്. എന്നാൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല. സ്നേഹമില്ലാഞ്ഞിട്ടല്ല തരാത്തത്, ലീഡർഷിപ്പാണ്. അയാളെപ്പോഴും ഉയർന്നു നിൽക്കണം, നിങ്ങളെപ്പോഴും താണു നിൽക്കണം. ഇതാണ് സ്വഭാവം. എന്നാൽ നിങ്ങളോട് സ്നേഹമില്ലെന്ന് ചോദിച്ചാൽ സ്നേഹമുണ്ട്. അഗ്നിമൂലകാണ് വന്നിരിക്കുന്ന പ്രണയം ആത്മാവിൻ്റെ പ്രണയമാണ്. അല്ല, അവരുടെ ഭാഗത്തു നിന്ന് അർഹിക്കുന്ന ഒരു നീതി നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതാണ് ഇവിടെ നീതിദേവത പറയുന്നത്.
നമ്മൾ എത്ര കൊടുത്താലും, നമ്മൾ 100% കൊടുത്താലും 1%ഒക്കെയാണ് തിരിച്ചു കിട്ടുന്നത്. അപ്പം നിങ്ങൾ തൃപ്തരല്ല എന്നാണ് ഇവിടെ കിങ് വാർഡ് 2 തവണ വന്നതോട് പറയാനുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, അയാൾക്ക് എപ്പോഴും ആധിപത്യ മനോഭാവമാണ്. അതുകൊണ്ട് അവർ നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങളുടെ മുന്നിൽ താണുപോയോ. ഇത് പുരുഷൻ്റെ എനർജി തന്നെയാണ് കേട്ടോ. നിങ്ങൾ കാത്തിരിക്കുന്ന ആ വ്യക്തി പുരുഷനാവാനാണ് സാധ്യത. ഇനി തണ്ടുകൂടിയ സ്ത്രീകളുമുണ്ട്. എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ ആരുമാവാം. അപ്പുറത്തിരിക്കുന്നത് ജെൻഡർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പുരുഷനാണെങ്കിൽ നിങ്ങൾ മാറി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഫീലിംഗ് ആവും. അതാണ് ക്യൂൻ ഓഫ് കപ്പ് വന്നിരിക്കുന്നത്. ഇനി 6 പെൻഡക്കളാണ്. അത് നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളിങ്ങനെ കൊടുത്തോണ്ടേയിരിക്കുന്നുണ്ട്. അത് അവർക്ക് കിട്ടും വേണം. അതാണ് രസം. നിങ്ങൾ മാറി നിൽക്കാനൊന്നും പാടില്ല. എപ്പോഴും നിങ്ങളുടെ സ്നേഹം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളോട് തിരിച്ചു തരുമ്പോൾ ഒന്നും തരുന്നില്ല എന്നാണ് 6 പെൻഡക്കൾ പറയുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അവരെങ്ങനെ അങ്ങോട്ട് മെസ്സേജ് അയയ്ക്കുക, അങ്ങോട്ട് വിളിക്കുക, അവരുടെ ആവശ്യങ്ങൾ അങ്ങോട്ട് അറിഞ്ഞ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ഒരു ദിനചര്യയാക്കി മാറ്റി എന്നാണ് അവിടെ പറയുന്നത്. ഇങ്ങോട്ടൊരു മെസ്സേജ് പോലും അയക്കാത്ത ആളാണ് എന്നാണ് കിങ് വാണ്ട് പറയുക. അയാൾ ഒരു മെസ്സേജ് പോലും അയക്കില്ല, ഇങ്ങോട്ട് വിളിക്കില്ല, ചിലപ്പോൾ മെസ്സേജ് കണ്ടഭാവം നടിക്കില്ല, വായിക്കില്ല. ഇതുപോലെയൊക്കെയാണ്. ഇങ്ങോട്ട് വന്നിട്ടൊന്നും നിങ്ങൾക്ക് തരില്ല എന്നുള്ളൊരു വാശിയുള്ള ആളാണ്. ഞാൻ കുറഞ്ഞു പോയാലോ, ഞാൻ ചെറുതായി പോയാലോ, അവരെ എന്നെ ഭരിക്കാൻ തുടങ്ങിയാലോ, ഇതൊക്കെയാവും അവരുടെ ഉള്ളിൽ തോന്നുന്നത്. ഈഗോയാണ് കൂടുതലും. പിന്നെ കുറച്ച് അസൂയുണ്ട് നിങ്ങളോട്, അതാണ് പറയുന്നത്. മറ്റാരെങ്കിലും നിങ്ങളെ നോക്കുക, നിങ്ങളെ സ്നേഹിക്കുക, അതൊന്നും ഇഷ്ടമല്ല. മനഃപൂർവ്വമാണ് ഞാൻ അവർക്ക് വേണ്ടി ക്യൂൻ ഓഫ് കപ്പ് വെച്ചത്. കാരണം നിങ്ങളൊരു ക്യൂൻ തന്നെയാണ് അവരുടെ മനസ്സിൽ. അതില്ലെന്ന് പറയുന്നില്ല, അതുകൊണ്ട് കാര്യമില്ല. എപ്പോഴും സ്നേഹം തരാൻ പിശുക്ക് കാണിക്കുന്ന ഒരാളാണ്. അഹന്തയാണ് കൂടുതൽ കാണിക്കുക. നിങ്ങളെ വേദനിപ്പിക്കുന്ന തരം പെരുമാറ്റങ്ങളാണ് എപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത് പക്ഷെ അത്ര നല്ല സ്വഭാവമല്ല. എപ്പോഴും പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആളാണ്. ഇനി നിങ്ങളോട് പറയുന്നുണ്ട്, എന്നെ ആഗ്രഹിക്കുന്ന മറ്റുള്ളവരുണ്ട്, എന്നെ സ്നേഹിക്കാൻ നീ പോയാലും വേറെ ആൾക്കാരുണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങളെ കുത്തി മുറിവേൽപ്പിക്കുന്ന തരം വർത്തമാനം പറയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ എനിമികൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. ഇവിടെ 2 വാർഡ് എന്ന് പറഞ്ഞാൽ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആളാണ്. എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടല്ലോ എന്നുള്ള ഭാവത്തിൽ നിൽക്കുന്ന ആളാണ്. നീ പോയാൽ പോയിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് വേറെയും കിട്ടും, ഇങ്ങനെ പറയുന്ന ഒരു, അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറുന്ന, ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്ന പോലെയൊക്കെ പെരുമാറും. ഇനി സണ്ണാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ മേഷരാശിയിലെ കുജനാണ് നിൽക്കുന്നത് 2 വാണ്ടിൽ. ഭയങ്കര ഗർവുള്ള ആളാണ്, മനസ്സിലായില്ലേ? കിങ് വാണ്ടിന് പറ്റിയ ആളാണ് ഈ മേഷരാശിയിലെ കുജൻ. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത്രയും ആധിപത്യ മനോഭാവം കാണിക്കുന്നത്. ഇറക്കമില്ലാത്ത, അലിവില്ലാത്തൊരു മനസ്സായിരിക്കും ഈ വ്യക്തിയുടെ. എന്നാൽ നിങ്ങളെ സ്നേഹമില്ലെന്ന് ചോദിച്ചാൽ അങ്ങേയറ്റം സ്നേഹമുണ്ട്. കള്ളത്തരമൊന്നും കാണിക്കില്ല. അതാണ് 2 വാണ്ടും കിങ് വാണ്ടും കൂടി പറയുന്നത്. ഇനി വന്നിരിക്കുന്ന നിങ്ങൾക്ക് നീതി നിയമമൊന്നും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. നീതി കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് സ്നേഹം കൊടുത്തുകൊണ്ടിരിക്കുന്നു, അതാണ് 6 പെൻഡക്കൾ പറയുന്നത്. എന്നാൽ തിരിച്ചൊന്നും തരുന്നില്ല, വാങ്ങാൻ മാത്രമേ അറിയൂ, കൊടുക്കാൻ അറിയില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഒരു മെസ്സേജ് പോലും അയക്കില്ല എന്ന് കിങ് വാണ്ട് 2 വാണ്ടൊക്കെ പറഞ്ഞ് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. ആധിപത്യ മനോഭാവമാണ്. എന്നാൽ കിങ് വാണ്ടിൽ നിൽക്കുന്നത് ധനുരാശിയാണ്. ധനുരാശി എന്ന് പറഞ്ഞാൽ പ്രണയത്തിൻ്റെ, വസന്തത്തിൻ്റെ മാസമാണ്. ഇപ്പം പ്രണയമാസമാണല്ലോ അല്ലേ? പ്രണയമുണ്ട്, പക്ഷെ തരാതിരുന്നാൽ പിന്നെ ആ പ്രണയം കൊണ്ട് എന്ത് പ്രയോജനം? അതാണ് ഇവിടെ ചോദിക്കുന്നത്. പ്രണയത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളെന്ന് പറഞ്ഞാൽ അവർക്കൊരു രാജ്ഞി തന്നെയാണ്. ക്യൂൻ ഓഫ് കപ്പാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ടി അവരുടെ മനസ്സിൽ നിങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി തരാനാണ് ആ കാർഡ് അവിടെ വെച്ചത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തി നിങ്ങൾക്ക് സ്നേഹം തരുന്നില്ല, അതാണ് അവർക്ക് വേണ്ടി പറയാനുള്ളത്. ഇനി നിങ്ങളുടെ ഭാഗത്തേക്ക് വരുമ്പോൾ 4 ഓഫ് പെൻഡക്കളാണ്. ഇത് മകരത്തിലെ സൂര്യനെ കുറിച്ചാണ് പറയുന്നത്. മകരത്തിലെ സൂര്യൻ എന്ന് പറഞ്ഞാൽ ശത്രുഭാവത്തിലാണ് നിൽക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഈ സണ്ണ് അല്ലെങ്കിൽ ഈ അഗ്നിമൂലകത്തിൽ നിൽക്കുന്ന രാജാവ് ശത്രുഭാവേനയാണ് പെരുമാറുള്ളൂ. നിങ്ങളങ്ങനെയല്ല, ആത്മാവിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് ഞാൻ പറയുന്നത്. 4 ഓഫ് പെൻഡക്കൾ എന്ന് പറഞ്ഞാൽ ദുരാഗ്രഹമാണ്, അമിതമായ സ്നേഹമാണ്, നിങ്ങൾക്ക് അമിതമായിട്ടുള്ള കൺട്രോൾ ഇഷ്യൂ ഉണ്ട്, അസൂയ കലർന്ന പ്രണയമാണ്. ഇതൊക്കെ ഞാൻ എന്നും പറയാറുണ്ട്. എന്നാൽ ഇതിൽ നിൽക്കുന്നത് മകരത്തിലെ സൂര്യൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ ചേരില്ല. ഈ രാശിയിൽ സൂര്യൻ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ വിപരീതമായിട്ടേ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിപരീതമായി ആ വ്യക്തി നിൽക്കുന്നത്. ഇവിടെ സണ്ണ് തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എനിമി പ്ലാനറ്റുകളുണ്ട് എന്ന് പറയാൻ കാരണം. എനിമി പ്ലാനറ്റുകളുണ്ട്, എനിമി രാശികളുണ്ട്,
ഇനി പ്ലാനറ്റും രാശികളും എനിമികളുണ്ട്. അങ്ങനെ എല്ലാം കൂടി മിക്സായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് ആ വ്യക്തിക്ക് സ്നേഹം ഉണ്ടായിട്ടും നിങ്ങൾക്കത് കിട്ടാത്തത് എന്നാണ് ഇവിടെ കാണിച്ചു തരുന്നത് ഓരോ കാർഡുകളും. അപ്പം നിങ്ങൾ ജീവനിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് കാര്യമില്ല. ഈ സണ്ണിന് ഇഷ്ടമില്ലാത്തൊരു രാശിയാണ് ഇവിടെ. അപ്പോൾ ഈ സണ്ണ് പെരുമാറുന്നത് വിപരീതമായിട്ടേ പെരുമാറൂ. ഇവിടെ രാജാവ്, സണ്ണ്, അഗ്നിമൂലകമൊക്കെയാണല്ലോ നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ടി വന്നിരിക്കുന്നത്. എന്നാൽ ഈ 4 ഓഫ് പെൻഡക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സണ്ണ് നിങ്ങൾക്ക് വിപരീതമായി ചിന്തിക്കുന്ന രൂപത്തിലേ നിൽക്കുള്ളൂ. അതാണ് ഈ വ്യക്തി സ്നേഹമുണ്ടായിട്ടും തരാത്തത്. നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾ അമിതമായി സ്നേഹിക്കുന്നു, അമിതമായി ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആൾ നിങ്ങളോട് പറയുന്നു അയാളുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടില്ല. ഈ 4 ഓഫ് പെൻഡക്കിളിനോട് പറയുന്നു നിങ്ങൾക്ക് ആ സ്നേഹം കിട്ടില്ല. എപ്പോഴും നിങ്ങൾക്ക് അവഗണനയും വേദനയാണ് കിട്ടാൻ പോകുന്നത്. അത് ഇവിടെ നിൽക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ ഇപ്പോൾ നിങ്ങളെ എനിക്കറിയില്ല, നിങ്ങളുടെ സാഹചര്യങ്ങൾ അറിയില്ല. ഇവിടെ കാണുന്ന കാർഡിൻ്റെ ഫലമാണ് ഞാൻ പറയുന്നത്. ആദ്യം തന്നെ പറയുന്നു നിങ്ങൾക്ക് ആ സ്നേഹം കിട്ടാനുള്ള യോഗം കുറച്ച് കുറവാണ്. നിങ്ങളിങ്ങനെ പ്രാണൻ കളഞ്ഞ് ജീവനിലേക്ക് ചേർത്ത് പിടിച്ച് സ്നേഹിച്ചിട്ട് കാര്യമില്ല. ഇവിടെ നിൽക്കുന്ന ആൾ നിങ്ങൾക്ക് വിപരീതമായ അനുഭവങ്ങളെ തരൂ എന്നാണ് പറയുന്നത്. 2 വാണ്ടിൽ നിൽക്കുന്നത് അഹങ്കാരിയായ കുജനാണ്. ഇനി അടുത്തത് നൈറ്റ് പെൻഡക്കിളാണ്. നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവരുടെ സ്വഭാവം നിങ്ങൾക്ക് പലപ്പോഴും അസഹിഷ്ണുവായിട്ട് തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? ഞാൻ അങ്ങോട്ട് സ്നേഹം മാത്രമല്ലേ കൊടുക്കുന്നുള്ളൂ, ഞാൻ യാചിച്ച് പുറകെ പോവുകയല്ലേ, എന്നിട്ടും എന്തിനാണ് എന്നോട് ഇങ്ങനെ വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുക, കരഞ്ഞ് തളരുക, വല്ലാതെ ഡൗൺ ആവുകയൊക്കെ ചെയ്തിട്ടും ചില സമയത്തൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. നൈറ്റ് പെൻഡക്കിൾ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഊർജ്ജമാണ് വന്നിരിക്കുന്നത്. പെൻഡക്കിൾസ് എല്ലാം ഊർജ്ജത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ തളരുന്നില്ല എന്ന് പറയുന്നത്. എത്ര തവണ അവഗണിച്ചാലും എത്ര വേദനിപ്പിച്ചാലും അതിനേക്കാൾ ഊർജ്ജത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നു, വിവേകത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. എപ്പോഴെങ്കിലും അവർ നല്ല സ്നേഹത്തോടുകൂടി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ ഓർമ്മകളിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ 4 ഓഫ് പെൻഡക്കിൾ ഞാൻ പറഞ്ഞു, അതിൽ നിൽക്കുന്ന ആൾക്ക് ഈ ആളെ ഇഷ്ടമില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. നിങ്ങൾ സ്നേഹം കൊണ്ട് പിറകെ പോകുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന രാശിയും പ്ലാനറ്റും കൂടിയിട്ട് ചേരുന്നില്ല. അതുകൊണ്ടാണ് ശത്രുഭാവേന നിങ്ങളോട് പെരുമാറുന്നത്. നിങ്ങൾ സ്നേഹഭാവത്തിൽ പെരുമാറുമ്പോൾ ആ വ്യക്തി ശത്രുഭാവത്തിലാണ് പെരുമാറുന്നത്. എന്നാൽ 6 പെൻഡക്കിൾ പറയുന്നു നിങ്ങളിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ വാങ്ങുന്നില്ല എന്ന് പറയുന്നില്ല, വാങ്ങുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം ആവശ്യമാണ്, അതവർക്കൊരു എനർജി തന്നെയാണ്. എന്നാൽ ഇവിടെ നൈറ്റ് പെൻഡക്കിൾ പറയുന്നു നിങ്ങൾ വിവേകിയായി അവരെ കാത്തിരിക്കുന്നു. എത്രയൊക്കെ അവഗണിച്ചാലും എത്ര വട്ടം അവരുടെ അടുത്തേക്ക് നിങ്ങൾക്ക് പോണ്ടി വന്നാലും നിങ്ങൾക്കൊരു മടുപ്പില്ല എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ശക്തിയെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇഷ്ടമില്ലാത്ത ഒരാളായിട്ടല്ല ഇവിടെ പറയുന്നത്. അവർക്ക് ഇഷ്ടമുണ്ട്, പക്ഷേ അവരുടെ പെരുമാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലാവുന്നത്. പലപ്പോഴും നിങ്ങൾ അവഗണനയുടെ അങ്ങേയറ്റം വരെ പോകുന്നുണ്ട്. നിങ്ങൾ യാചിച്ച് പുറകെ പോവുകയാണ്. എന്നാൽ നെവർ ബെഗ് ഫോർ ലവ് എന്നാണ് പറയുന്നത്. ഒരിക്കലും സ്നേഹം യാചിച്ച് പോകാൻ പാടില്ല. അതൊരാളുടെ മനസ്സിൽ നമ്മളോട് തോന്നുന്ന വികാരമാണ്. നിങ്ങളിവിടെ യാചിച്ച് പോവുകയാണ്, വിവേകത്തോടുകൂടി കാത്തിരിക്കുകയാണ്. എത്ര തവണ അവഗണിച്ചാലും നിങ്ങൾ അവരെ വീണ്ടും വീണ്ടും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവഗണിക്കുന്നതിൻ്റെ ഇരട്ടിയായി നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്കിപ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എൻ്റെ സ്നേഹത്തിന് ശക്തിയുണ്ട്. ഇപ്പോൾ എന്നോടിങ്ങനെ പെരുമാറിയാലും നാളെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്നെ സ്നേഹിക്കും, ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നു ക്യൂൻ ഓഫ് കപ്പ് വന്നിട്ടുണ്ടല്ലോ, അവർക്ക് നിങ്ങളൊരു ക്യൂൻ തന്നെയാണ്. നിങ്ങൾ ഇത്രയൊന്നും ചിന്തിക്കേണ്ട, ഇത്രയൊന്നും ഡൗൺ ആവേണ്ട ആവശ്യമില്ല. ആ വ്യക്തി നിങ്ങളുടെ സ്നേഹം പരീക്ഷിക്കുകയാണെന്ന് അങ്ങ് വിചാരിച്ചാൽ മതി. അവർക്കറിയാം എത്രമാത്രം നിങ്ങൾ താണു പോകുന്നുണ്ട്, എത്രമാത്രം അവരെ നിങ്ങൾ സഹിക്കുന്നുണ്ട്, എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഇതെല്ലാവരും മനസ്സിലാക്കി കള്ളത്തരം കാണിക്കുകയാണ് എന്ന് പറയുന്നത്. അവർക്ക് ഒന്നേ വേണ്ടൂ, ആധിപത്യ മനോഭാവം. അതാണ് അവരുടെ മനോഭാവം. ഇനി ഇരിക്കുന്നത് അഹങ്കാരത്തിൻ്റെ സിംഹാസനത്തിലാണ്. അപ്പോൾ നല്ല പോലെ ഈഗോ ഉള്ള ആളാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെ അന്തർമുഖനായിട്ട് പെരുമാറുന്നത്. എന്നാൽ അതവരുടെ കുറച്ച് കള്ളത്തരം കൂടിയാണ്. അവർക്ക് ബഹിർമുഖനായി പെരുമാറാനും അറിയാം, എല്ലാവരോടും നന്നായി പെരുമാറാനും അറിയാം. നല്ല വ്യക്തിയാണ്, ആരെയും വെറുപ്പിക്കാതെ എല്ലാവർക്കും സഹായിയായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളോട് മാത്രം ഈ നെഗറ്റീവായ പെരുമാറ്റമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ആ വ്യക്തി നല്ലതല്ല, ഫേക്കാണെന്ന് ഇവിടെ പറയുന്നില്ല. ആ വ്യക്തി അങ്ങേയറ്റം നല്ല വ്യക്തിയാണ്. അഗ്നിമൂലകാണല്ലോ വന്നിരിക്കുന്നത്. നല്ല വ്യക്തിയാണ്. കള്ളത്തരവും കപടതയൊന്നും ആരോടും കാണിക്കില്ല. പക്ഷേ ഈഗോയാണ് ഇവിടെ കാണുന്നത്.
ഇടവത്തിലെ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ 6 പെൻഡക്കൾ ഉച്ചരാശിയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം പ്രണയാർദ്രമാവാമോ അതിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയെ കാണിക്കുന്നതാണ് ഈ 6 പെൻഡക്കൾ. എന്നാൽ ആ വ്യക്തി അത് ഡൗൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ വാങ്ങിക്കുന്ന മാത്രമേ ഉള്ളൂ. ഇടവത്തിൽ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു അവസ്ഥയെ കാണിക്കുന്നതാണ്. അതാണ് 6 പെൻഡക്കളിൽ വന്നിരിക്കുന്നത്. എന്നാൽ ആ വ്യക്തിയാണ് നിങ്ങളെ ഡൗൺ ആക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരിക്കലും നിങ്ങളുടെ സ്നേഹത്തിൽ ഒരു മങ്ങലും ഇവിടെ ഇല്ല. അതാണ് 6 പെൻഡക്കൾ പറയുന്നത്. നിങ്ങൾക്ക് എത്ര കാലം അവർക്ക് വേണ്ടി കാത്തിരിക്കാനും ഇഷ്ടമാണ്, അവർക്ക് വേണ്ടി എന്തൊക്കെ വേദന സഹിക്കാനും ഇഷ്ടമാണ്. ഇനി നിങ്ങൾ യാചിച്ച് പുറകെ പോവുകയാണെങ്കിൽ അതും നിങ്ങൾക്കൊരു അനുഗ്രഹമായിട്ടാണ് വിചാരിക്കുന്നത്. അങ്ങനെയും നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നാണ് ഇവിടെ താഴത്തെ കാർഡുകളെല്ലാം പറയുന്നത്. ഇനിയാണെങ്കിൽ 10 പെൻഡക്കളാണ്. പ്രതീക്ഷയുടെ ഒരു പൂക്കാലമാണ് നിങ്ങളുടെ മനസ്സിൽ. 10 പെൻഡക്കൾ എന്ന് പറഞ്ഞാൽ ആഘോഷങ്ങൾ അല്ലെങ്കിൽ വസന്തം. നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ മാറുമെന്നാണ്. നിങ്ങളെ വിവാഹം കഴിക്കണമെന്നാണെങ്കിൽ അത് നടക്കുമെന്നാണ്. ഇനി വിവാഹ ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ദമ്പതികളാണെങ്കിൽ അത് നടക്കുമെന്നാണ്. ഇനി വിവാഹ ഇതര ബന്ധങ്ങളാണെങ്കിൽ സ്നേഹത്തോടുകൂടി ജീവിതകാലം മുഴുവൻ ഉണ്ടാവുമെന്നാണ്. ഇതിനൊക്കെ ഒരു മാറ്റം വരുമെന്നും നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു, നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ അവരെക്കുറിച്ചൊരു നെഗറ്റീവ് ചിന്ത വരുന്നേ ഇല്ല. ചില സമയത്ത് സങ്കടമായിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിലും അവരെക്കുറിച്ച് നിങ്ങൾക്ക് പോസിറ്റീവായ ചിന്തകളാണ്. ഇന്നല്ലെങ്കിൽ നാളെ എനിക്കത് കിട്ടുമെന്നാണ്. അവർ നിങ്ങൾക്കൊരു ലഹരിയാണ് എന്നാണ് കിങ് കപ്പ് പറയുന്നത്. ഞാൻ തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഫെമിനിൻ എനർജിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ കാർഡുകൾ വെച്ചത്. ഈ രാജാവ് നിങ്ങൾക്കൊരു ലഹരി തന്നെയാണ്, അഡിക്ഷനാണ്, നിങ്ങൾക്ക് ഭ്രാന്തമായ പ്രണയമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും സ്നേഹത്തോടുകൂടി, അത്രയും ത്യാഗത്തോടുകൂടി, അത്രയും ക്ഷമയോടുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. എന്നാൽ നിങ്ങളുടെ ഊർജത്തിന് ഒരു നഷ്ടം വരുന്നില്ല. എനർജി ഹൈ ആണ് എന്നാണ് പെൻറ്റക്കിൾസ് പറയുന്നത്. സാധാരണ കർക്കിടകത്തിൽ ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ട് മൂൺ എനർജി വന്നു, ഇവിടെ നെഗറ്റീവാണ് എന്ന്. എന്നാൽ ഇടവത്തിലെ ചന്ദ്രനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഹൈ ആയി ഉച്ചരാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജിയൊക്കെ ഹൈ ആണ്. നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു നെഗറ്റീവായ തോട്ടില്ല. ചില സമയത്ത് സങ്കടം വരുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എങ്കിലും നിങ്ങൾ അപ്പം തന്നെ വിചാരിക്കും ഞാനിങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്ന്. ആ ഒരു ശക്തിയാണ് നിങ്ങൾക്ക് 10 പെൻഡക്കളിലേക്ക് വരാൻ പോകുന്നത്. 10 പെൻഡക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര കാലം വേണമെങ്കിൽ കാത്തിരിക്കാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ഹെർമിറ്റിനെ കൊണ്ടുവരാം. 10 പെൻഡക്കൾ എത്തുമ്പോൾ നമുക്ക് ഹെർമിറ്റിനെ കൊണ്ടുവരാം. ഇനി ഇവിടെ നിൽക്കുന്നത് ഹെർമിസാണ്, സന്ദേശവാഹകനാണ്. ഇവിടെ ഹെർമിസ് നല്ല രീതിയിലാണ് നിൽക്കുന്നത്. ചില സമയത്ത് കള്ളന്മാരുടെ കൂടെ നിൽക്കും. ഇവിടെ അങ്ങനെയല്ല. ഈ 10 പെൻഡക്കളിലേക്ക് എത്തുമ്പോഴേക്കും ഹെർമിസ് നല്ല രീതിയിലാണ് നിൽക്കുന്നത്. ഇനി ഹെർമിറ്റ് വരികയാണെങ്കിൽ ഇവിടെ ഞാൻ പറയാറുണ്ട് കണ്ണ് കാണാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, വേദനയാണ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഇവിടെ സന്യാസി എന്ന് പറഞ്ഞാൽ അവരാണ് നിങ്ങളുടെ വെളിച്ചം എന്നാണ്. നിങ്ങൾ കണ്ണടച്ചിരിക്കുകയാണ്, മനസ്സിലായില്ലേ? ഉള്ളിലത്തെ വെളിച്ചം കൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ ഒരു വെളിച്ചം എന്ന് പറഞ്ഞാൽ അവരാണ് എന്നാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലത്തെ വിളക്ക്, നിങ്ങൾക്ക് കണ്ണ് കാണുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ വിളക്ക് അവരോടുള്ള സ്നേഹമാണ് എന്നാണ്. അപ്പോൾ ഇവിടെ എനർജറ്റിക്കായൊരു ലേഡിയാണ് കാത്തിരിക്കുന്നത്, ഫെമിനിൻ എനർജിയാണ് കാത്തിരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഹെർമെറ്റിൻ്റെ എനർജി വന്നാലും വിളക്കുമായി മുന്നോട്ട് പോകുന്ന ആളാണ്. നൈറ്റ് പെൻഡക്കളാണെങ്കിൽ ഒരു വാഹനത്തിൻ്റെ പുറത്തേറി മുന്നോട്ട് പോകുന്ന ആളാണ്. 10 പെൻഡക്കൾ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഭർത്താവാകുന്നു, അത് കഴിഞ്ഞ് അച്ഛനാവുന്നു, അത് കഴിഞ്ഞ് അച്ചച്ചനാവുന്നു, അങ്ങനെ പരമ്പരയാണ് കാണിക്കുന്നത്. അത്രയും കാലം നിങ്ങളോടൊപ്പം അവരുണ്ടാവുന്നത് നിങ്ങൾ സ്വപ്നമെങ്കിലും കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? എല്ലാ കാലത്തും നിങ്ങളുടെ മരണം വരെ അവരുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളൊരു എനർജിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ലഹരിയായ ആ ഒരു ആൾ, നിങ്ങൾ അഡിക്ഷനായിട്ടുള്ള ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുമെന്നാണ് പെൻറ്റക്കിൾസ് ഇന്ന് തരുന്ന സന്ദേശം. ഭൂമിയുടെ ഊർജ്ജമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ചുറ്റും ഒരു പവറുണ്ട്, നിങ്ങൾക്കൊരു ഓറ, ശക്തമായൊരു ഓറ ഉണ്ട്. അത് പ്രകൃതിയുമായി കണക്റ്റായി അവരിലേക്ക് പോയി അവർ നിങ്ങളെ പോസിറ്റീവായി തന്നെ കാണുകയും അവരുടെ ഈ അഹങ്കാരം മാറി നിങ്ങളിലേക്ക് വരികയും ചെയ്യുമെന്നാണ് ഇന്നത്തെ ഈ എനർജറ്റിക്കായ പോസിറ്റീവ് റീഡിങ് തരുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് നെഗറ്റീവ് മെസ്സേജാണ്. കിങ് വാണ്ട് എന്ന് പറഞ്ഞാൽ ആധിപത്യ മനോഭാവം മാത്രമേ ഉള്ളൂ, ലീഡർഷിപ്പ് മാത്രമേ ഉള്ളൂ. അവർ മറ്റൊരാളുടെ ഭർത്താവാണ്.
അപ്പോൾ വിവാഹ ഇതര ബന്ധമാണ്. അല്ലെങ്കിൽ മറ്റൊരാളെ കല്യാണം കഴിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു രാജാവാണ്. അതുമല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ രണ്ടുപേരും തമ്മിൽ നിങ്ങളോട് ആധിപത്യ മനോഭാവം മാത്രമേ ഉള്ളൂ, സ്നേഹം കാണിക്കുന്നില്ല എന്നാണ്. ഇനി നിങ്ങൾക്ക് നീതി കിട്ടുന്നില്ല, നിങ്ങൾ വേർപിരിയാൻ നിൽക്കുന്ന ദമ്പതികളോ വേർപിരിഞ്ഞ ദമ്പതികളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാത്തൊരു പ്രണയമോ ആണെന്ന് നീതിദേവത പറയുന്നുണ്ട്. ഇനി വീണ്ടും കിങ് വാണ്ട വന്നിരിക്കുന്നത്. അതിനാണ് ഞാൻ ആദ്യത്തെ മെസ്സേജ് പറഞ്ഞത്. നിങ്ങളെ ഒഴിവാക്കാനാണ് സാധ്യത. അവർക്ക് കുടുംബമുണ്ട്, അല്ലെങ്കിൽ കുടുംബമാവാൻ മറ്റൊരാളാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു പ്രണയമാണ്. ഇതൊക്കെയാണ് അഗ്നിമൂലകം വന്നതുകൊണ്ട് പറയാനുള്ളത്. ഒന്നിൽ കൂടുതൽ പ്രണയങ്ങളാണ് നെഗറ്റീവായിട്ട് പറയാനുള്ളത്. ഇനി 4 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ നിയന്ത്രിച്ചിരുന്നു, നിങ്ങളെ ഉപയോഗിച്ചിരുന്നു, നിങ്ങളിൽ നിന്ന് പണമൊക്കെ ഈടാക്കിയിട്ടുണ്ട്, സാമ്പത്തികമായിട്ടൊക്കെ നിങ്ങളെ മിസ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ശാരീരികമായി നിങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്. പെൻറ്റക്കിൾസാണ് കൂടുതൽ വന്നിരിക്കുന്നത്. വീനസിൻ്റെ എനർജിയാണ്. ഞാൻ പറയാറുണ്ട്, വീനസ് എന്ന് പറഞ്ഞാൽ കാമവികാരമാണ്, നല്ല സൗന്ദര്യമാണ്. ഇനി വിവാഹ ഇതര ബന്ധങ്ങളായിരിക്കാനാണ് സാധ്യത. മാർസ് വീനസ് ഞാൻ എന്നും പറയാറുണ്ട്. എന്തായാലും നിങ്ങൾ ഒഴിവാക്കപ്പെട്ടു എന്നാണ്. ഇവിടെ ക്യൂൻ ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ പുതിയൊരു പ്രണയത്തിലേക്ക് പോയി എന്നാണ്. അതല്ലെങ്കിൽ അവരുടെ ഭാര്യ തന്നെയായിരിക്കാം. ഇനി 4 പെൻറ്റക്കിൾ അവരെ അമിതമായി നിങ്ങളെ നിയന്ത്രിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇനി 6 പെൻറ്റക്കിൾ നിങ്ങൾ കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, അവർ തിരിച്ചൊന്നും തന്നിട്ടില്ല എന്നാണ്. നൈറ്റ് പെൻറ്റക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ അവരെ ഇപ്പോഴും ഹൃദയത്തിൽ നിധി പോലെ സൂക്ഷിക്കുന്നു എന്നാണ്. ഇനി 10 പെൻറ്റക്കിൾ എന്ന് പറഞ്ഞാൽ അവർ മറ്റൊരു കല്യാണം കഴിക്കുകയെ അങ്ങനെ എന്തോ ചെയ്തു, നിങ്ങൾ ജാതിയും മതമൊക്കെ വേറെയാണ് എന്ന് പറയുന്നത്. 2 വാണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുറംതിരിഞ്ഞാണ് നിൽക്കുന്നത്, ഇപ്പം നിങ്ങളോട് ദേഷ്യമാണ് എന്നാണ്. ഇനി കിങ് കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അവർ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരിപ്പോഴും അഡിക്ഷൻ തന്നെയാണ് എന്നാണ്. ഇതെല്ലാം 2 വശങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു. ഇനി ബലം പറയാത്തൊരു കാർഡുണ്ട്, സണ്ണാണത്. അത് പോസിറ്റീവായി പറയുകയാണെങ്കിൽ നിങ്ങളിലേക്ക് വരും. നിങ്ങളുടെ ഐക്യം, സന്തോഷം, ഭാഗ്യം, വിജയം ഇതൊക്കെയാണ് പറയുന്നത്. റീയൂണിയനാണ് പറയുന്നത് എങ്കിൽ. നെഗറ്റീവായി പറയുകയാണെങ്കിൽ പുതിയൊരു പ്രണയത്തിലേക്ക് പോയി എന്നാണ്. അപ്പോൾ ഇതാണ് നെഗറ്റീവ് പോസിറ്റീവ് മെസ്സേജുകൾ. ഇവിടെ വന്നിരിക്കുന്ന കാർഡുകളിലെ തന്നെ രാശികളും പ്ലാനറ്റുകളും പറയാൻ നിന്നാൽ ഇപ്പോൾ ഒന്നും തീരില്ല. എങ്കിലും ചെറുതായിട്ട് വല്ലപ്പോഴും ഒന്ന് സൂചിപ്പിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നത് നിങ്ങൾ എന്നെക്കുറിച്ചും പറയുമല്ലോ, പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നതുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവുന്ന ഫലം ഇതാണ് എന്നാണ് പറഞ്ഞത്. ഇതെല്ലാവർക്കും ബാധകമല്ല. നിങ്ങളുടെ മാത്രം കാര്യം അറിയാൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വരാം, നോക്കാം. വളരെ സത്യമായിട്ടാണ് നിങ്ങളുടെ റീഡിങ് ഞാൻ തരിക. നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. ഞാൻ പറയാറില്ല, ആ മായക്കണ്ണാടി നിങ്ങളുടെ മനസ്സിൽ ഉള്ള ആളുടെ മനസ്സാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അർജുനനെ പ്രതീക്ഷിച്ച് നോക്കിയ പാഞ്ചാലി കണ്ടത് സുഭദ്രയാണ് എന്ന് പറയുമ്പോൾ അർജുനൻ്റെ മനസ്സാണ് നോക്കിയത്. അവിടെ പാഞ്ചാലിയെ കാണുമെന്ന് വിചാരിച്ചാണ് നോക്കിയത്, പക്ഷെ നോക്കിയപ്പോൾ കണ്ടത് സുഭദ്രയാണ്. ഈ വിരോധാഭാസം ചിലപ്പോൾ റീഡിങ്ങിൽ വന്നു എന്ന് വരും. മറ്റൊരാളെ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ വാല്യൂ ഒന്നും തരാത്ത ആളായിരിക്കാം. അതൊക്കെ കണ്ടത് അതേപടി പറയും. അത് കേൾക്കാനും കൂടി തയ്യാറായവർ മാത്രം വരിക. ചില ആളുകൾ മൂഢസ്വർഗത്തിലായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, യാചിച്ചിങ്ങനെ പുറകെ പോവുകയായിരിക്കും. അവർക്ക് നിങ്ങളെ താല്പര്യമില്ലായിരിക്കാം. നിങ്ങൾ വലിയൊരു സത്യം മനസ്സിലാക്കാനുണ്ട്. എല്ലാവരോടും കൂടി എനിക്ക് പറയാനുള്ളതാണ്, ഒരാളുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനമില്ലെങ്കിൽ ആ വ്യക്തിയെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട മാന്യത. മനസ്സിലായില്ലേ? ആ വ്യക്തിക്ക് നിങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ബാക്കിയുള്ള ബന്ധങ്ങൾ പോലെയല്ല പ്രണയം. പ്രണയം എന്ന് പറഞ്ഞാൽ സ്നേഹം മാത്രമല്ല പങ്കുവയ്ക്കുക, ശരീരം കൂടി പങ്കുവയ്ക്കും. സ്വഭാവം കൂടി നമുക്ക് അനുകൂലമായ സ്വഭാവമാവണം. ഇവർ വിചാരിക്കുന്നതിൻ്റെ വിപരീതമായി മറ്റേ ആൾ വിചാരിക്കുമ്പോൾ അവിടെ രണ്ടുപേരും തമ്മിൽ ചേർച്ചക്കുറവ് വരും. ശരീരം കൊണ്ട് ചേർച്ച വേണം, മനസ്സുകൊണ്ട് ചേർച്ച വേണം, പെരുമാറ്റങ്ങൾക്ക് ചേർച്ച വേണം. അങ്ങനെ ഒരുപാട് ചേർച്ചകളുണ്ട്. അതൊന്നും ഇല്ലാതാവുമ്പോഴാണ് അവർ ഓടി മറയുന്നത്, നിങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നത്. ആദ്യം ചെറിയൊരു താല്പര്യം കാണിച്ചു, ഒന്ന് ചിരിച്ച് വന്നു, നിങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം, ഇതെൻ്റെ പങ്കാളിയാക്കാം എന്ന് വിചാരിച്ച് വരുമ്പോഴാവും അവർക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ഭാഗത്തുണ്ടാവുന്നത്. അതുകൊണ്ടാണ് അവർ ഓടി ഒളിക്കുന്നത്. അപ്പോൾ ഈ ഓടി ഒളിക്കുന്ന വ്യക്തികളുടെ പിറകെ നിങ്ങൾ ഓടുമ്പോൾ അവർക്ക് കൂടുതൽ നിങ്ങളോട് നീരസം, വെറുപ്പ്, അറപ്പ് ഇതൊക്കെയാണ് തോന്നുന്നത്. നിങ്ങളതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ഉപദേശിക്കുകയാണെന്ന് തോന്നരുത്. നിങ്ങൾ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതാണ്. അതുകൊണ്ട് നിങ്ങളുടെ പങ്കാളി നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ ആ മായക്കണ്ണാടിയിൽ നോക്കുമ്പോൾ വിപരീതമായ ഒരാളാണോ അവരുടെ മനസ്സിൽ, അതുകൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ ഈ ഓട്ടം നിർത്താലോ, നിങ്ങൾക്ക് ആ സത്യം ഉൾക്കൊള്ളാൻ കഴിയും. കുറച്ച് ദിവസം കഴിയില്ലെങ്കിൽ പതിയെ അത് മനസ്സിലാവും. പിന്നെ നിങ്ങൾ ശാന്തമായ അവസ്ഥയിലേക്ക് മാറും. അങ്ങനെ നിങ്ങൾ ഓക്കെ ആവും.
അതാണ് പറയാനുള്ളത്. ഇത് നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. മെമ്മറീസാണ് വന്നിരിക്കുന്നത്. ട്രൂ ലവ്, സോൾമേറ്റ് വന്നു. അപ്പോൾ ഇതൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ആദ്യം രാധ കണ്ണന് വേണ്ടി ഓർത്തിരിക്കുന്നു, രണ്ടാമത് കണ്ണൻ മാറോട്ട് ചേർക്കുന്നു. ഇതൊരു നല്ല ലക്ഷണമാണ്. ഇന്ന് ചിലപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ ട്രൂ ലവ് വന്നിട്ടുണ്ട്, രാമനും സീതയും. അപ്പോൾ പോസിറ്റീവ് മെസ്സേജ് പറഞ്ഞത് ട്രൂ ലവാണ്, രാമനാണ് ഞാൻ പറഞ്ഞത് അല്ലേ. അഗ്നിമൂലകം വന്നപ്പോൾ മേഷരാശി രാമൻ എന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങളോടുള്ള പ്രണയവും രാമനുമായിട്ടാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്. അല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊക്കെ രാമനെ പോലെ ആയിരിക്കില്ല. മറ്റൊരു കല്യാണം കഴിച്ച വ്യക്തിയായിരിക്കാം. എല്ലാ കാര്യങ്ങളും നമ്മൾ രാമനുമായിട്ടല്ല തുലനം ചെയ്യുന്നത്. എന്നാൽ ലവ്, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലത്തെ പ്രണയം രാമനെ പോലെയാണ്. അത് നിങ്ങൾക്കുള്ളതാണ് എന്നാണ് പറയുന്നത്. എന്നാൽ തരാത്ത ഈ പ്രണയം കൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് കാണുന്ന ആരെങ്കിലും ഇങ്ങനെ പങ്കാളിയോട് പെരുമാറുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മാറ്റം വരുത്തിയേ പറ്റൂ. കുറച്ച് സ്നേഹമൊക്കെ കൊടുക്കുക. അവരാണെങ്കിൽ ഇങ്ങനെ ഭ്രാന്തമായിട്ട് ലഹരിയായിട്ട് അഡിക്ഷനായിട്ട് നടക്കുകയാണ്. ഇനി നമുക്ക് ഹെൽത്ത് കരിയർ നോക്കാം. ഇവിടെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്ന കുടൽ രോഗങ്ങളാണ്, വൊമിറ്റിംഗ് ആണ്, ഫുഡ് അലർജിയാണ്. ഇനി തണ്ടല് വേദന, നട്ടല് വേദനയൊക്കെ വന്നിട്ടുണ്ട്. അമിത മദ്യപാനം വന്നിട്ടുണ്ട്. കരൾ രോഗം, മഞ്ഞപ്പിത്തം, മൂത്രാശയ രോഗങ്ങൾ വന്നിട്ടുണ്ട്. ഇനി മൈഗ്രെയിൻ, തലവേദന ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷാഘാതം പറയുന്നുണ്ട്. സ്കിന്നിൻ്റെ അലർജി പറയുന്നുണ്ട്. നാഡീസംബന്ധമായ അസുഖങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് അസുഖമായിട്ട് വന്നിരിക്കുന്നത്. ഇനി ജോലി വന്നിരിക്കുന്നത് ബാങ്ക്, ഗോൾഡ് സ്മിത്ത്, ജ്വല്ലറി വ്യാപാരം, സ്വർണം സംബന്ധമായിട്ടുള്ള പണിയെടുക്കുന്നവർ. ഇനി ഇവിടെ നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നവരുണ്ട്, യോദ്ധാക്കളുണ്ട്, എന്ന് വെച്ചാൽ പട്ടാളക്കാരൊക്കെ ഉണ്ട്. ഇനി പറയുന്നത് യാത്രകളാണ്. അപ്പോൾ ഗതാഗതം ഉള്ളവരുണ്ട്. ഇനി കൂടുതലും കലാകാരന്മാർ വന്നിട്ടുണ്ട്, എഴുത്തുകാരും വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ജോലി. ഇനി നമുക്ക് പൊതുവായ കാര്യങ്ങൾ പറയാം. വിവാഹനിശ്ചയം, വിവാഹം പറയുന്നുണ്ട്. സെലിബ്രേഷനുകളൊക്കെ നടക്കുന്നുണ്ട്. അത് വിവാഹമാവാം, അല്ലെങ്കിൽ അമ്പലങ്ങളിലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഇവിടെ പലതും ആണല്ലോ, പൂരങ്ങളുടെയും വേലകളുടെയൊക്കെ സമയമാണല്ലോ, അതൊക്കെ നടക്കുന്നുണ്ട്. ഇനി പറയുന്നത് അവിചാരിത യാത്രകൾ വേണ്ടിവരും. ബന്ധുസമാഗമം പറയുന്നുണ്ട്. പങ്കാളിയിൽ നിന്നൊരു മെസ്സേജ് വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് പറയുന്നത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ സമീപിക്കുക. 1000 രൂപ അടയ്ക്കുക. ഒരു വിഷയത്തിൻ്റെ 3 ചോദ്യം ചോദിക്കുക. ഈ വിഷയം ലവ് ആണെങ്കിൽ 5-6 പേരുടെ കാര്യം ചോദിക്കാൻ പാടില്ല, 2 പേരുടെ കാര്യം ചോദിക്കാൻ പാടും. ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ 5-6 പേരെ പ്രണയിക്കുന്നു എന്നല്ല. ഒരാൾ വരും, എന്നിട്ട് പങ്കാളിയുടെ 5-6 പേരുടെ പേരങ്ങ് തരും. ഇവരിൽ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ ഒന്ന് നോക്കൂ ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അതൊന്നും നടക്കില്ല. നിങ്ങളുടെ ഈ പങ്കാളിയുടെ കാര്യം മാത്രമേ നോക്കി തരൂ. തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ഒരാളുടെ കാര്യം മാത്രം പറഞ്ഞു തരും. ഇതൊക്കെയാണ് എൻ്റെ റീഡിങ്ങിൻ്റെ രീതി. ഇനി എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരണമെങ്കിലോ മന്ത്രങ്ങൾ പറഞ്ഞു തരണമെങ്കിലോ അതിന് സമീപിക്കുക. പരിഹാരം പറഞ്ഞു തരാൻ പേയ്മെൻറ്റ് കൂടുതൽ അടയ്ക്കണം. എന്നാൽ മന്ത്രങ്ങൾ പറഞ്ഞു തരാൻ പാടില്ലാത്തവർക്ക് പറഞ്ഞു തരില്ല കേട്ടോ. മറ്റ് മതങ്ങളിൽ ഉള്ളവർക്ക് പറഞ്ഞു തരില്ല. കാരണം അവർക്കത് ആ ഒരു ചിട്ടയോടുകൂടി ചൊല്ലാൻ കഴിയില്ല. അത് അവർക്ക് വിപരീതമായ ഫലങ്ങളുണ്ടാവും. അങ്ങനെയുള്ള മതസ്ഥരി കാണുന്നത് കൊണ്ടാണ് ഞാനിത് നിർത്താൻ കാരണം, ഈ മന്ത്രങ്ങൾ നിർത്താൻ കാരണം എല്ലാവർക്കും അറിയില്ല അതെങ്ങനെയാണ് കേൾക്കുക, എന്താണ് അതിന് അനുഷ്ഠിക്കേണ്ടതെന്നൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കി. കാരണം അവർക്ക് അതുകൊണ്ടൊരു ദോഷം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പലരും എന്നോട് വാണിംഗ് ചെയ്തു, ഇത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അത് നിർത്താൻ കാരണം. എന്നാൽ മന്ത്രം ചൊല്ലിയിട്ടാണ് ഞാനിവിടെ റീഡിങ് തുടങ്ങുന്നത്. പിന്നെ ഞാൻ എൻ്റെ പൂജകളൊക്കെ ചെയ്യുന്ന സമയത്ത്, എൻ്റെ വീട്ടിലെ പൂജകളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും നല്ലത് വരണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർക്കും എൻ്റെ ചാനലിൽ ഉള്ളവർക്കും എൻ്റെ ചാനലിലെ അംഗങ്ങൾക്കൊക്കെ അത് ബാധകമാണ് കേട്ടോ. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇനി നമുക്ക് ലവ് ഏഞ്ചൽ മെസ്സേജ് നോക്കാം. കൺട്രോൾ ഇഷ്യൂ ഉണ്ട്. അത് നിങ്ങളുടെ ഭാഗത്താവാം, അവരുടെ ഭാഗത്താവാം. 4 ഓഫ് പെൻറ്റക്കിളിൻ്റെ കാർഡാണത്. എഫർട്ട് എടുക്കേണ്ടി വരും, അത് പറയുന്നുണ്ട്. വിശ്വസിക്കാനാണ് പറയുന്നത്. വെഡിങ് നടക്കും, അതാണ് സണ്ണും പറയുന്നത്. അല്ലെങ്കിൽ ആരുടെയൊക്കെ കല്യാണം നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത്തിരി കാത്തിരിക്കേണ്ടി വരും, വെയിറ്റ് ചെയ്യേണ്ടി വരും, ക്ഷമയോടുകൂടി എന്നൊക്കെ നൈറ്റ് പെൻറ്റക്കിൾ പറഞ്ഞു. എഫർട്ട് എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഇനി കിങ് വാണ്ട് 4 പെൻറ്റക്കിളും ഒക്കെ പറയുന്നത് ആധിപത്യ മനോഭാവത്തിനെ കുറിച്ച് തന്നെയാണ്. അതുണ്ട് നിങ്ങളുടെ പങ്കാളിക്ക്. അല്ലെങ്കിൽ നിങ്ങൾ അവരെ നിയന്ത്രിക്കുന്നതുമാവാം കേട്ടോ, വിപരീതവുമാവാം.
സാഹചര്യം പോലെയൊക്കെ എടുക്കുക. എന്തായാലും അത് ശുഭമായിട്ട് കലാശിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. സണ്ണാണല്ലോ വന്നിരിക്കുന്നത്, അതുകൊണ്ട് ആഗ്രഹം നടക്കും കേട്ടോ. ഇനി അടുത്ത മെസ്സേജ് നോക്കാം. മെമ്മറീസ്. അപ്പോൾ കുറേ അക്ഷരങ്ങൾ റിപ്പീറ്റായി വന്നു. മെമ്മറീസ് വന്നു. ഐ മിസ് യു എന്ന് പറയുന്നുണ്ട്. ടി വന്നു. 10 പെൻഡക്കൾ, ട്രൂ ലവ്. മൂവ് ഓൺ ചെയ്തു എന്നാണ് പറയുന്നത്. അതിലും എം ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ റിപ്പീറ്റായ കുറച്ച് അക്ഷരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏതാണെന്നൊന്ന് നോക്കുക കേട്ടോ. എനിക്കിതിനിടയിൽ ഓർമ്മയില്ല ഏതൊക്കെ അക്ഷരങ്ങളാണ് വന്നിരിക്കുന്നത് എന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ പറയാനുള്ളത്. ചില ആളുകൾ ആത്മാർത്ഥമായി സ്നേഹിച്ച് അവർക്ക് വേണ്ടി പോസിറ്റീവ് എനർജിയിൽ കാത്തിരിക്കുന്നു. അവരിത്തിരി മുൻകോപമുള്ള വാശിയുള്ള ആളാണ്. എന്നാൽ സ്നേഹമുണ്ട്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് രാമനെ നമ്മുടെ ഇവിടെ ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ എന്തായാലും നിങ്ങളോട് യഥാർത്ഥ പ്രണയമാണ്, അത് ഇല്ല എന്ന് പറയില്ല. നെഗറ്റീവിൽ നെഗറ്റീവാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പണ്ടൊരിക്കൽ എൻ്റെ അടുത്ത് റീഡിങ്ങിന് വന്നൊരു പെൺകുട്ടി എന്നോട് ചോദിക്കേണ്ടായി, എനിക്കൊരു കാര്യം അറിയാനുള്ളൂ ചേച്ചി, എനിക്കറിയാം അവർക്ക് എന്നെ ഇഷ്ടമല്ലാന്നും ഞാൻ അവർക്ക് ചേർന്നതല്ലാന്നും ഒക്കെ എനിക്കറിയാം. എനിക്കൊരൊറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി, വെറുപ്പോടെയെങ്കിലും എന്നെ അവർ ഓർക്കുന്നുണ്ടോ, ദേഷ്യത്തോടെയെങ്കിലും എന്നെ അവർ ഓർക്കുന്നുണ്ടോ എന്നാണ് ഈ കുട്ടിയുടെ ചോദ്യം. അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു അലിവോ സങ്കടമൊക്കെ തോന്നി. അപ്പോൾ ഇതുപോലെ നിങ്ങളെ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന ആൾക്കാരെ അവഗണിക്കാതിരിക്കുക, അതാണ് പറയാനുള്ളത്. അവരുടെ ഒരു മനപ്രാക്കുണ്ടല്ലോ, മനസ്സിൻ്റെ ശാപം, അത് നിങ്ങളെ പിന്തുടരും. അപ്പോൾ ആരും സ്നേഹത്തിൻ്റെ പേരിൽ വഞ്ചിക്കാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങൾ പ്രലോഭിപ്പിക്കാതിരിക്കുക. ഒരു കാരണവശാലും നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ലെങ്കിൽ അവരുള്ള വഴിക്ക് പോവാതിരിക്കുക. പിന്നെയും നിങ്ങളെ സ്നേഹിച്ച് പുറകെ വരുന്നത് അവരുടെ മണ്ടത്തരാണ്. നിങ്ങൾക്ക് വേണ്ടാത്ത, താല്പര്യമില്ലാത്ത, ഇഷ്ടമില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടി ചെറിയൊരു ആശ പോലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. അവർക്കൊരു ആശ കൊടുക്കരുത്. ഇതാണ് പറയാനുള്ളത്. ആന കൊടുത്താൽ ആശ കൊടുക്കരുത് എന്നാണല്ലോ. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ റീഡിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും നല്ലവരാണ് എന്ന് എനിക്കറിയാം. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. നിങ്ങളുടെ മാത്രം കാര്യം അറിയണമെങ്കിൽ എന്നെ സമീപിക്കുക. പക്ഷേ ഇവിടെ വന്നാൽ എല്ലാം നല്ലതായിരിക്കും എന്നില്ല. ആ വ്യക്തിയുടെ മനസ്സെന്താണോ കാണുന്നത് അത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക. കാശിന് വേണ്ടി നിങ്ങളെ സന്തോഷിപ്പിക്കുന്നവരുടെ അടുത്ത് പോവാതിരിക്കുക. നിങ്ങൾക്ക് സത്യമല്ല അറിയണ്ടേ, അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് പോവുക.